ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ നൈറ്റ് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കണ്ണൊക്കെ അടിച്ച് പോയി, ഫുൾ അടിച്ചു വരിക. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. കണ്ണിൽ ഇന്നലെ തൊട്ട് തുടങ്ങിയ ചുവപ്പ്, ഇന്ന് നല്ല ശരിക്കും ചുവപ്പായി. കാണിച്ചില്ല, അവിടെ മരുന്നുണ്ടായിരുന്നു, അത് ഇട്ട് നോക്കി. ഇന്നലെ ഈ കണ്ണിലായിരുന്നു, ഇന്ന് ഈ കണ്ണിലോട്ട് മാറി. പക്ഷെ കണ്ണിലാവൂന്ന് എനിക്കറിയത്തില്ല. കണ്ണിലിങ്ങനെ കുരു കണക്കാ വന്നു, നൈസാന്ന് തോന്നുന്നു എനിക്ക് തന്നത്. അതിപ്പം മാറി. പക്ഷെ ഇന്നലെ ഈ കണ്ണി കുരു കണക്കാണ്. പക്ഷെ ഇങ്ങനെ കണ്ണി ചുവപ്പിന് വണ്ടി ഓടിച്ച പിന്നെ നല്ല കണ്ണില് വല്ലതും വീണതാണോ ഒന്നും അറിയത്തില്ല. ഇന്നും കൂടെ നോക്കിയിട്ട് വേണം നാളെ കൊണ്ട് കാണിക്കാൻ. ഇന്ന് ഞങ്ങൾ എവിടെയാണ് ഉള്ളത്? ഞങ്ങൾ ഫസ്റ്റ് കറങ്ങാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞില്ല, ആ സ്ഥലത്ത് വന്നത്. മോർണിംഗ് വ്യൂ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടുത്തെ നൈറ്റ് വ്യൂവും കൂടി കാണിച്ചു തരാമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഒറ്റക്കല്ല ഗൈസ്, ഞങ്ങളുടെ കൂടി ഒരാളും കൂടി ഉണ്ട്. അതിലൊരു ചെറിയൊരു അബദ്ധം കൂടെ പറ്റി. അതെ, സെൽഫി സ്റ്റിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ പറഞ്ഞു വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചേക്കാം. ഞാൻ വെച്ചു, പക്ഷെ ഇവിടെ വന്നപ്പോ എടുത്തില്ല, അവിടെ തന്നെ വെച്ചത്. അപ്പൊ ഇക്ക എടുക്കാൻ വേണ്ടി പോതാ, ഇക്ക വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് നോക്കൂ. മന്ദം നടന്നു വരുന്നത് ഞങ്ങളുടെ ഭർത്താവാണ്. ഞങ്ങൾ ഈവനിങ് വാക്കിന് കൊണ്ടുവന്നേക്കാ. ഫാറ്റി ലിവറൊക്കെ നമ്മള് അല്ലെ കൊറേ ദിവസം കൊണ്ട് ഇവര് പറഞ്ഞ രാത്രി എന്തായാലും ഒന്ന് ഇവിടെ വന്നൊന്ന് നമുക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ ഇന്ന് എന്തായാലും നമ്മൾ അതിനുവേണ്ടി തന്നെ ഇറങ്ങി. അതിനുവേണ്ടിട്ട് ഇറങ്ങിയതല്ല, അപ്പം കുഞ്ഞുങ്ങളെ ട്യൂഷൻ വിളിക്കാനും ഉണ്ട്, എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പൊ പിന്നെ ജസ്റ്റ് ഇതുകൂടെ എടുത്തേക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങള് ഇവര് രണ്ടിനെ നശിപ്പിച്ചു. കാര്യം വെച്ചാൽ ഇന്നലെ തൊട്ട് ഞാൻ എന്റെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ഓടാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു. ഫസ്റ്റ് ദിവസം ഏകദേശം ഒരു 6 കിലോമീറ്റർ ഞാൻ കവർ ചെയ്തായിരുന്നു, ഓടുകയും നടക്കലും കൂടെ. രാത്രിയെ പോയത്. ഇപ്പൊ ഇന്ന് ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേ തന്നെ ഇവര് കുളവാക്കി. ഇന്ന് എന്നെ വിട്ടില്ല. അതിന്റെ കാലൊക്കെ ഭയങ്കര വേദന. അപ്പൊ അങ്ങനെ ജോഗിങ്ങിന് പോകുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മള് ഫസ്റ്റ് ഒരു 2-3 ദിവസം അടുപ്പിച്ച് വാങ്ങി മാത്രമല്ല മാറത്തില്ല. ഫസ്റ്റ് ദിവസം കഴിഞ്ഞ് 2-ാം ശനി വരെ എന്നെ കുളവാക്കി. ഇവിടെ എന്തായാലും നമ്മുടെ ആലപ്പുഴയും ഞങ്ങള് അടിച്ചുപൊളിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ അത്യാവശ്യം പടക്കം സെറ്റപ്പ് ഒക്കെ ആയി വരുവാണ്. പിന്നെ ഒരൊറ്റ പ്രശ്നമുള്ളു, നമ്മുടെ കോടതി പാലത്തിന്റെ ആ ഭാഗത്തോട്ടൊക്കെയുള്ള മരങ്ങളൊക്കെ ഏകദേശം പൂർണ്ണമായിട്ടും വെട്ടി, ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഈ നീർക്കാക്കെല്ലാം കൂടെ ഇപ്പൊ ഈ ഭാഗത്തോട്ടാണ് കുറ്റി അടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, ആ ഒരു സ്മെല്ല് അതിഭയാനകമാണ്. പിന്നെ കാണുക അറിയാമെന്നില്ല, നമ്മുടെ ഇതെന്താ എപ്പോഴും നിലയ്ക്കാത്ത മറ്റേ ഞങ്ങളുടെ ഇതാണ് വെള്ളച്ചാട്ടമാണ് ഇവിടെ ഇതിലെ കൂടെ പോകുന്നവർക്ക് അറിയാൻ പറ്റും. കാണാവോ? കണ്ട ഞങ്ങളുടെ മോർണിംഗ് വ്യൂ ഉണ്ട്. മോർണിംഗ് വ്യൂ ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഇവർ വന്ന് ഷൂട്ട് ചെയ്തായിരുന്നു. ബാക്കി കുറച്ച് നാൾക്ക് മുമ്പ്, അതെ എനിക്ക് മേ ബി 1 മാസത്തിൽ കൂടുതലായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. അറിയാമല്ലോ, ഭയങ്കര മടി ഇച്ചിരി കൂടുതലുള്ള തരത്തിലുള്ള ആൾക്കാരാണ് രണ്ട്. അപ്പൊ പിന്നെ പൊതുവെ എല്ലാ പെൺകുട്ടികളും അങ്ങനെ നമുക്ക് അറിയത്തില്ല, അങ്ങനെ അല്ല. പക്ഷെ ഇത് ഇച്ചിരി കുറച്ചൊക്കെ മടിയുള്ളവരാണ്. നമ്മൾ മേക്കപ്പ് ചെയ്ത് എടുത്തോണ്ടിരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും വെൽ മെയിൻറ്റൈൻ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അറിയാൻ ആരാണ് വീഡിയോയിൽ വരാത്തത്? ഗൈസ്, നമ്മള് ജോലിക്ക് പോകുന്നതിന്റെ തിരക്കിലാൻ വേണ്ടിയിട്ടാണ് മാത്രം വീഡിയോയിൽ വരാത്തത്. ഞാനാണ് ഇവരെങ്ങനെ നേരത്തെ വരാന്ന് പറഞ്ഞു പോയതാ, വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. ഓഫീസ് ടൈം കഴിയണ്ടേ, വർക്ക്. ഇന്ന് നേരത്തെ വരാന്ന് പറഞ്ഞിട്ട് ഇന്നും 6 മണിക്കാ വന്നത്. പണ്ടെന്ന് വെച്ചാൽ പണ്ടല്ല, കഴിഞ്ഞ മാസം വരെ 5:30 കറക്റ്റ് ഇറങ്ങുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം കുറെ ഓഫീസിൽ കുറെ വർക്ക് കൂടുതലാണ്, അങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ട് ഡിലേ ആയിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഇറങ്ങാൻ പറ്റാതെ. എന്തായാലും നമ്മൾ നേരത്തെ ഇറങ്ങാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോ നമ്മൾ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതേപോലെ ഇവിടെ നിന്ന് വീഡിയോ എടുത്ത ടൈമില് നമുക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ടൈമില് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അവിടെ നിന്ന് ഇൻട്രോ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. അത് ഞാനിപ്പോ ഇവരോട് പറഞ്ഞു, രാവിലെ നമുക്കൊരു 5 മണിയല്ല 5:30 നടക്കാം അല്ലെങ്കിൽ ഓടാൻ പോകുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ മുത്തുമണിച്ച് 2 ഉറക്കമായിരിക്കും. പ്രത്യേകിച്ച് കതിജാക്ക് കണ്ണ് തുറന്ന് എഴുന്നേക്കുമ്പോഴത്തേക്ക് അനിയ മസ്റ്റായിട്ട് വേണം. പകല് മൊത്തം നൈസാട് കൂടെ ആയിരിക്കും ഉറങ്ങുന്നവരെ. പക്ഷെ നേരം വിളിക്കുമ്പോ അനിയ മസ്റ്റാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അച്ചുകുട്ടന് പിന്നെ അങ്ങനെയൊന്നുമില്ല, അനിയ നൈസ കണക്ക് തന്നെയാണ്. ഭൂമി ഇടിഞ്ഞു വീഴാൻ ചിലപ്പോൾ അവൻ എണ്ണിക്കത്തില്ല, നല്ല ഉറക്കമായിരിക്കും. അത്രയും പാടാ അവനെ എണ്ണീക്കാനുണ്ട്. പക്ഷെ കയ്യാപ്പി ചെറിയ അനക്കങ്ങൾ പോലും കയ്യാപ്പി പെട്ടെന്ന് എഴുന്നേക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക്
ഒരു കൺഫ്യൂസ് ആയിട്ട് ഇരിക്കുകയാണ്. രാവിലെ പോകണമായിട്ട് എനിക്കൊരു പാർട്ണർ ഇല്ലാതെ നമുക്ക് പോകാനായിട്ട് ഒരു ത്രില്ലാവുന്നില്ല. ഇന്നലെ ഞാൻ ആദ്യമൊക്കെ മടുത്ത് പോയി. ഞങ്ങളും കൂടെ നടക്കാൻ വരാം. അപ്പൊ ഞങ്ങൾ ആദ്യം ബീച്ചിൽ താമസിക്കുന്ന സമയത്ത് ബീച്ചിനടുത്ത് വീട്ടിൽ താമസിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും നടക്കാനൊക്കെ പോകുമായിരുന്നു. വൈകിട്ട് ചിലപ്പോൾ ഞാനുമായിട്ട് നമ്മൾ പോകണ്ടല്ലേ, കാലൊടിയുന്നവരെ പോകുമായിരുന്നു. ഇവർ രണ്ടുപേരും പോയിരുന്നു. അല്ല ഞാൻ ശേഷം സുഖമായിരുന്നു. ചില ബീച്ചിൽ തന്നെയാണ്, ഏകദേശം ഒരു 50 മീറ്റർ ഇല്ല മണ്ണിൽ നമ്മുടെ വീട്ടിലോട്ട്. ജസ്റ്റ് ഒരു ബീച്ചിൽ തന്നെ. പക്ഷെ ഞങ്ങള് ബീച്ചിൽ പോകുന്നില്ല, പരിസരം നടക്കാൻ വേണ്ടി പോകും. എന്തിരിക്കുന്ന കാര്യം നമ്മൾ മണ്ണിൽ തന്നെ ആയിരുന്നു. ഇനി അങ്ങോട്ട് ഞങ്ങൾ ബീച്ചിൽ തന്നെ ആയിരിക്കും. 21-ാം തീയതി ബീച്ച് ഫെസ്റ്റ് തുടങ്ങുകയാണ്. മുത്തുമണീസിന്റെ രണ്ടുപേരുടെ എക്സാം നമുക്ക് മറ്റന്നാൾ കൊണ്ട് കഴിയുവാണ്, വ്യാഴാഴ്ച കൊണ്ടിട്ട്. അപ്പൊ തന്നെ ഡെയിലി ബീച്ച്, മുല്ലക്കച്ചിറപ്പ്, ആകാശം നൈസ് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. കാരണം അച്ഛൻ മറ്റതിൽ പിന്നെ നൈസായിട്ട് അങ്ങനെ എവിടെയും കൊണ്ടുപോകാൻ ചേട്ടൻ കൊണ്ടുവരുന്നല്ലേ, ഏട്ടനും അമ്മയായിട്ടൊക്കെ പോകണ്ടല്ലോ. എന്തായാലും അനിയ പറഞ്ഞിരിക്കുക നമുക്ക് എല്ലാത്തിലും കൊണ്ട് കറക്കി അടിക്കണം പറഞ്ഞിരിക്കുക. എല്ലാത്തിനും നമുക്ക് കയറാം. എന്തായാലും നമ്മള് തീർച്ചയായിട്ടും മണ്ണക്കണ്ട പദ്ധതി കയറാൻ ബാക്കി എല്ലാത്തിലും നമ്മൾ എന്തായാലും കയറ്റും. അപ്പൊ അനിയനോട് ദിവസം പറഞ്ഞു എല്ലാത്തിനും നമുക്ക് കൊണ്ട് കയറ്റാൻ കാണിക്കാന്നൊക്കെ പറഞ്ഞു. ഇന്നലെ 15 മിഞ്ഞാന്ന്. അപ്പൊ നമ്മുടെ ആലപ്പുഴ സർക്കസ് പോയി കഴിഞ്ഞ് മിഞ്ഞാന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അതെ, ഉമ്മായ ഒന്ന് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല, കാരണം ഡ്യൂട്ടിയുടെ തോന്നി. ഞാനപ്പോ ഓർത്ത് 7 മണിക്കുള്ള ഷോയിൽ കൊണ്ടുവന്നൊക്കെ ഓർത്ത്. പക്ഷെ രാത്രി ഉമ്മ നിസ്കരിക്കുന്നെല്ലാം കൊണ്ട് വന്നില്ല, വരത്തില്ല. അപ്പൊ എന്തായാലും ഞങ്ങള് ബീച്ചിൽ പോകുമ്പോഴത്തേക്കും കഴിച്ച് നമ്മൾ ഉമ്മയെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഇൻഷാല്ല തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഉമ്മ വീഡിയോയില് വരത്തില്ല, ഉമ്മായും കാണത്തില്ല, വാപ്പയും കാണത്തില്ല. വേറൊരു വ്ളോഗ് നമ്മൾ ഓൾറെഡി ഒരു മാസം മുമ്പ് ഇവർ ഇട്ടിട്ടില്ല. അതിൽ ഉമ്മായും വാപ്പയും ഞങ്ങളുടെ കല്യാണത്തിന് വന്നായിരുന്നു. അപ്പൊ നമ്മളൊരു ഇടണോ വേണ്ടെന്നുള്ളൊരു കൺക്ലൂഷനിലൊക്കെ ആയിരുന്നു. പക്ഷെ ഉള്ള നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഇടണം. ഞാൻ ഇന്നലെ അത്രയും അനിയോട് പറഞ്ഞത് എന്തായാലും ഇടണമെന്ന് ഞാൻ പറയുന്നത്, നൈസോടും പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മളത് ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങള് കാഴ്ചകളൊക്കെ കാണാം. പിന്നെ നമ്മുടെ ആലപ്പുഴ മാരാരി ബീച്ചിലും ബീച്ച് ഫെസ്റ്റിവലും അല്ലേ, നമ്മൾ 2 വർഷമായി തുടങ്ങിയിട്ട് ഇപ്പൊ 3ാമത്തെ വർഷമാണ്. വൺ ടൈം ഞാൻ ഫ്രണ്ട്സിലെല്ലാം കൂടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ അടിപൊളിയാണ്. എന്തായാലും നമ്മുടെ ആലപ്പുഴ കണക്ക് തന്നെ എന്തായാലും കുറെ റഷ് അത്രയും കൂടെ കുറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെയും കൂടെ ആകുമ്പോഴത്തേക്കും അത്ര ഒരു പ്രശ്നം വരത്തില്ല ബീച്ചിൽ. എന്തായാലും അതെ, നമ്മൾ ഇവിടുത്തെ വീഡിയോ എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇപ്പൊ നമ്മള് വേറൊരു സെക്ഷൻ കൂടെ ഉണ്ട്, അവിടെ കൂടെ ഇപ്പൊ പോകുന്നതായിരിക്കും. ഇവിടെ ഞങ്ങളുടെ നിഴലുകൾ മാത്രം. ഇക്ക ഫ്രണ്ടിൽ, ഇക്കാനോട് വരാത്ത. ഇക്ക നമുക്ക് ഓരോ സ്ഥലം പരിചയപ്പെടുത്തുക. പറയൂ നീസ. ഇവിടെ ഇങ്ങനെയാണ്. ഞങ്ങൾ വന്ന് ഇത്രയും കാക്കപ്പി ഇവിടെ ഇല്ലായിരുന്നു. ചെറിയൊരു മൂടൽ മഞ്ഞൊക്കെ ഓൾറെഡി സ്റ്റാർട്ടായി. ഡിസംബർ പാതിയോളമായി, മഴയെല്ലാം കഴിഞ്ഞ്. പിന്നെ അനിയാക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം ഇടത്തെ സൈഡ് കണ്ണിൽ കുരുവായിരുന്നു. ഇപ്പൊ അത് മാറി വലത്തെ കണ്ണില്. അപ്പൊ ഓൾറെഡി അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞ്. അതിപ്പോ അതുകൊണ്ട് ഒരു ലെൻസ് വെച്ചിട്ടുള്ളു. അപ്പം അതുകൊണ്ട് നൈസ ഇങ്ങനെ പിടിച്ചിരിക്കുക വലത്തെ കണ്ണിന്. ലെൻസ് വെച്ചിട്ടില്ല. അന്തക്കുണ്ടുകുരുടി കിണ്ടുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗൈസാണ് ആയിരിക്കുന്നത്. കണ്ട അതല്ലേ, ഇതാണ് നമ്മുടെ നീർക്കാക്ക. അത് മറ്റേ ഇതാ ഏട്ട, അത് വൈറ്റാ. എരണ്ട നീർക്കാക്ക ബ്ലാക്ക്. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് രാത്രി കാണാൻ. അതെ, നല്ല വെട്ടമുണ്ട് കേട്ടാ. പക്ഷേ ഇങ്ങനെ വരുന്ന 2-3 ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഭയങ്കര കളർഫുൾ ആയിട്ടൊന്നും ഇല്ല. കുറച്ച് ലൈറ്റ് ഒക്കെ അത്യാവശ്യം നമുക്ക് അല്ല ഒരു റെസ്റ്റ് കിട്ടുകയും ചെയ്യും. അതല്ല, ഒരു പ്രൈവസി കിട്ടും നമുക്ക് തീർച്ചയായിട്ടും. ഒരുപാട് വെട്ടം കണ്ണിലോട്ടൊന്നും ഉളച്ചു വരുന്ന രീതിയിലൊന്നും വെട്ടമൊന്നുമില്ല, കാണാൻ പറ്റില്ല. നമ്മൾ അവിടെ ഒരു വെട്ടം, ഒരു മഞ്ഞ കളറിലെ വെട്ടം അവിടെ ഉള്ളു. അത് കഴിഞ്ഞ പിന്നെ ഈ ഒരു ഭാഗത്ത് അതിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ലൈറ്റ് ഒക്കെ ഉള്ളു. ഭയങ്കര ഇരുട്ടുമൂടിയ ഒരു പ്രൈവസി. അത് തന്നെ, പേടിപ്പിക്കാൻ കൊള്ളാം. പക്ഷെ ഇവിടുത്തെ നൈറ്റ് വ്യൂവിനെക്കാട്ടിലും അടിപൊളി മോർണിംഗ് വ്യൂ ആണ് ഗൈസ്. ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയില്ലേ, സ്റ്റെപ്പൊക്കെ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ നേരെ ഇവിടം വരെ ഉള്ളു കൈവരി. അതെ, ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് കൈവരി ഒന്നും ഇല്ല. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ല നമുക്ക് അന്ന് ഫുള്ള് കാണാൻ പറ്റില്ല. ഇന്ന് എന്തായാലും കളർഫുൾ ആയിട്ട് കാണാം. ഓട്ടോണാണോ അവിടെ ചെല്ലുമ്പോ അറിയാം.
നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഇത് പറഞ്ഞു എന്തൊക്കെയാണ്. നമുക്ക് എന്തായാലും ആർക്കും അറിയത്തില്ല. തെയ്യവും കഥകളിയൊക്കെ ഒന്ന് നാടോടെ എടുത്തു. നമ്മൾ അവിടം വരെ വന്നിട്ട് ഇവിടെ വേറെ ആൾക്കാർ ഇരിക്കുന്നോണ്ട് അന്ന് പോയി. ഇതായിരുന്നു അന്ന് നമ്മൾ കാണാതെ പോയ സാധനം. പക്ഷെ ഇത് ലൈറ്റ് ഇടുമ്പോ കാണാനാണ് അടിപൊളി. രാവിലെ കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ല. ഇവിടുത്തെ വ്യൂ ഇപ്പൊ ഇത്രയൊക്കെയുള്ളൂ. ഒരിച്ച സ്ഥലത്ത് ഇരുട്ട്, ഒരിച്ച സ്ഥലത്ത് നല്ല വെട്ടം. അത് തന്നെ അങ്ങനെ പിന്നെ വേണ്ട, അങ്ങനെയാണിത്. ക്യാമറ നിരീക്ഷണത്തിലാണ് നമ്മളിവിടെ നിരീക്ഷിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഇവിടെ ഇറങ്ങാൻ പോലും പറ്റില്ല, ഭയങ്കര കൂരിട്ടും. മാത്രമല്ല ഇവിടെ ആളിന്റെ ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. പോലീസ് സ്റ്റേഷൻ അടുത്ത്, നോർത്ത് പോലീസ് സ്റ്റേഷൻ അടുത്തുണ്ട്. എന്നാൽ പോലും നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ ആൺപിള്ളേർക്ക് കുഴപ്പമില്ല, ലേഡീസിന്റെ അമ്മത്തിൽ അത്രയും പ്രയാസമായിരുന്നു. പണ്ട് അതൊക്കെ കുറെ അടിപൊളിയാക്കിയിട്ടുണ്ട്. വെച്ചാല് ഗവൺമെന്റ് എന്തായാലും ചെയ്യാവുന്നത് മാക്സിമം താമരയൊക്കെ വിരിഞ്ഞിരിക്കുന്നില്ല. താമര വിരിഞ്ഞിരിക്കുന്നതല്ല ഗവൺമെന്റ് മാക്സിമം ഇരിക്കുന്നത്. ഈ വള്ളവും ഇന്ന് കുറെ കാര്യങ്ങൾ അത് നമ്മുടെ പുരാതനമായ കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പണ്ട് നമ്മുടെ വെള്ളമൊക്കെ നമ്മൾ പമ്പ് ചെയ്തില്ലേ പാടത്ത് കയറി പിരിക്കുന്ന എന്തെല്ലാം വെള്ളം കറക്കുന്ന സാധനം അപ്പൊ അതൊക്കെ വെച്ചിട്ടുണ്ട്. റാഡ് മേജ പറഞ്ഞ റാഡാണ്. ഇവള് പറഞ്ഞ റോഡാണ്. അല്ല ചെടി ആമ്പലെന്ന് വെച്ചിട്ട് ഇപ്പൊ നിന്റെ അടുത്തൂടെ പോകടി. എനിക്ക് പക്ഷെ ഇവിടുത്തെ മോർണിംഗ് വ്യൂ ഇഷ്ടപ്പെട്ട. അതെ, എനിക്കും രാവിലെ. താങ്കൾ മോർണിംഗ് വ്യൂ കണ്ടിട്ടില്ലല്ലോ? ഇറങ്ങി കണ്ടിട്ടില്ല, ഇതിലൂടെ പോകുമ്പോൾ കാണാറുണ്ട്. അടുത്ത ദിവസം വന്ന് കാണാം. ഞങ്ങളുടെ വീഡിയോ കണ്ടു. നൈറ്റ് വ്യൂ എന്തായാലും നമുക്ക് ഡേഞ്ചറസ് ആണ്. മാത്രമല്ല ഇതേ സമയം നമ്മൾ അപ്പിയിടും ഈ സാധനങ്ങൾ. അതെ, ഭയങ്കര നീർക്കാക്കയുടെ മണം. പണ്ടൊക്കെ ഞാൻ കണ്ടു ഇതൊക്കെ പേടിയായിരുന്നു കേട്ടാ. ഇപ്പൊ ഭയങ്കര വലിയ പാലയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ അവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 10 മണി 10 മണി കഴിഞ്ഞിട്ട് പേടിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ യാത്രകളെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു സ്ഥലം കൂടെ ഞങ്ങൾ ഒന്ന് ഒറ്റയ്ക്ക് പോയില്ലേ, ഇത് കണക്ക് തന്നെ നമ്മുടെ ഈ കണ്ണമുറി പാലത്തിനടുത്തുള്ള നമ്മുടെ കയർഫെഡിന് ഓപ്പോസിറ്റ് ഉള്ള അവിടെ ഞങ്ങൾ ഫസ്റ്റ് നമ്മൾ ചാനൽ തുടങ്ങി ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം പോയതായിരുന്നു. നമ്മുടെ സൺഡേ വ്ളോഗിനകത്ത് അത് കാണിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഉടനെ സൺഡേ വ്ളോഗ് ചെയ്തതിന് കാരണം വെച്ചാൽ നമ്മൾ 4 മാസത്തോളമായി സൺഡേ വ്ളോഗ് ചെയ്തു അല്ലേ. അതിനകത്ത് ഒരുപാട് ചേഞ്ചസ് നമുക്ക് വന്നു. കാരണം അതൊന്ന് നമുക്ക് എന്തുവാ കുട്ടികൾക്കുള്ള അവധിയുള്ള സമയത്തൊക്കെ ആയിരുന്നു. ഇവിടെ നല്ല ഇരുട്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ കുറച്ച് സ്ഥലത്ത് വെട്ടം, കുറച്ച് സ്ഥലത്ത് വെട്ടമില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ കാണാൻ പറ്റാത്ത. പക്ഷെ എനിക്ക് ധൈര്യമായിട്ട് വരാം, പേടിക്കാനൊന്നുമില്ല. നമ്മുടെ നോർത്ത് പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ, തൊട്ട് വാതിക്കലാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പൊ എല്ലാവർക്കും ധൈര്യമായിട്ട് ഏത് പാതിരാത്രിയും വരാം, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അതെ, പിന്നെ നോക്കി നടന്നില്ലെങ്കിൽ തലയും കുത്തി താഴ്ത്തിടക്കും, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്രിസ്മസ് എല്ലാം പ്രമാണിച്ച് നമ്മുടെ പോലീസ് സ്റ്റേഷനിലൊക്കെ മൊത്തം ഡെക്കറേറ്റ് ചെയ്തിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ചെറിയ അതിന് മാത്രം കാണില്ല, നമുക്ക് ഇവിടെ ഇരുട്ടായതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ കണ്ട്. ഇനി ഒരു സ്ഥലം കൂടെ കാണാൻ, അതും കൂടെ കണ്ടിട്ട് നമുക്ക് പോവാം. ഞങ്ങൾ അതിന് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഫ്രണ്ടേ പോയി ഇലക്ട്രിക് സ്കൂട്ടിയിലും കുറെ നാളായി ആക്റ്റീവയില് ഞങ്ങൾ അടുത്ത സ്പോട്ട് കിട്ടാറായി. ഇതും നിങ്ങൾക്ക് അറിയാവുന്ന സ്പോട്ട് നമ്മൾ ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ നൈറ്റ് വ്യൂ കാണാം. ഇവിടെ പോളി കേട്ടോ, നല്ലൊരു ഇവിടെ അടിപൊളിയാട്ടോ. ഇവിടെ കുറെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടും. അവിടെ അത്ര ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലെത്തി ഗൈസ്. ഇതാണ് നമ്മുടെ അടുത്ത സ്പോട്ട്. പക്ഷെ ഇവിടെ സംഭവം വേറെ ലെവലാണ്. ഫുൾ കളർഫുൾ ആണ് സംഭവം. ഇവിടെ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ പോലെ അല്ല. ഇവിടെ ഞാനെന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഈ ആലപ്പി രാത്രിയാകുമ്പോ കാണണമെന്നും വയ്യും പകുതിയും ഉള്ള ആലപ്പി. ഇതാണ് ആലപ്പി. ആലപ്പിയുടെ ഏടെ ഫസ്റ്റ് ഇല്ല, വയ്യേ കാണാനില്ല. പക്ഷേ
അന്ന് ഞങ്ങൾക്കുണ്ടല്ലോ രാവിലെ അവിടെ ഇഷ്ടപ്പെട്ട, ഇവിടെ അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ രാത്രി ഇവിടെയാണ് അടിപൊളി, അവിടെ അത്ര സുഖമില്ല. ഇവിടെ എക്സ്ട്രാ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളൊന്നും സംബന്ധിക്കൊന്നുമില്ല എന്ന് തോന്നുന്നു. ലൈറ്റൊക്കെ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് സെറ്റ് ചെയ്തു. ന്യൂ ഇയറും ക്രിസ്മസും പ്രമാണിച്ച് വെച്ചതായിരിക്കും. നമുക്ക് എന്തായാലും ഊഞ്ഞാലിടാം. രണ്ടും കൂടെ രാത്രി മിക്കവാറും ഊഞ്ഞാലായിട്ട് താഴെ വീഴുമെന്ന് തോന്നുന്നു. അതിനുള്ള ആട്ടായമാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും കാര്യമായിട്ട് ഊഞ്ഞാലാടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല പ്രത്യേകത വെച്ചാൽ കണ്ട, അവിടെ നോർത്ത് പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ഇവിടുത്തെ സൗത്ത് പോലീസ് സ്റ്റേഷൻ ഉള്ളത് കണ്ട. ഇവിടെ അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടുണ്ട്. എനിക്കിപ്പം ഇഷ്ടപ്പെട്ടു. അന്ന് രാവിലെ വന്നപ്പോൾ എനിക്ക് അത്ര ഇഷ്ടം. ഞങ്ങൾ ഇവിടുന്ന് തെറക്കിയാണ്, പിള്ളേരെ വിളിക്കണം. ഇതൊന്നും പോരാട്ട് മെയിൻ ഇക്കൊക്കെ ഗുളി കഴിക്കാൻ ടൈമായി ഗൈസ്. 8:50 സ്പീഡ് വെച്ച് വിട്ട് വണ്ടിയും കഴിഞ്ഞ് ഞങ്ങൾ പോയി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി 8:30 എല്ലാം കഴിഞ്ഞപ്പോൾ 8:45 ആകുമ്പോഴത്തേക്കും കേക്ക് ഒരു മെഡിസിൻ ഉണ്ട് കഴിക്കാനായിട്ട്. അത് ടൈം കറക്റ്റ് ചെയ്ത് രാവിലെ ആ സമയത്ത് കഴിക്കണം, രാത്രി ആ സമയത്ത് കഴിക്കണം. അതൊന്നും അത് മുടക്കാൻ പറ്റത്തില്ല. അത് 2 ആഴ്ച കണ്ടിന്യൂസ് അങ്ങനെ കഴിക്കേണ്ടതാണ്. അതുകൊണ്ട് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേക്കും പരാതി കേൾക്കും, എന്താ താമസിച്ചെന്നൊക്കെ പറഞ്ഞു. മോളും കൂടി വരുന്നുണ്ട്. കിട്ടില്ലേ? ഓട്ട് വരാം എടോ. ഞങ്ങൾ അങ്ങനെ ഓടി ധൃതി പിടിച്ച് ഇവിടെ എത്തി. കയ്യാപ്പിനെ മാത്രമേ ട്യൂഷൻ വിട്ടില്ല, അച്ചുകൂടിനെ വിട്ടില്ല. നാളെ എക്സാം. അച്ഛന് ഹിന്ദിയാണ്. അച്ഛന് ഇച്ചിരി ടഫുള്ള സബ്ജക്റ്റ് ആണത്. അതുകൊണ്ട് മിസ് പറഞ്ഞു കുറച്ചും കൂടെ ഉണ്ട്, അത് തീർത്തതിന് ശേഷം വിടാന്ന് പറഞ്ഞു. അപ്പം ഇക്കാക്ക് ഞാൻ പറഞ്ഞു, ഇക്കാക്ക് മെഡിസിൻ കഴിക്കുന്ന സമയം. അപ്പം നൈസ ഫുഡൊക്കെ എടുക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കാണ്ട് വെപ്രാളം പിടിച്ചൊക്കെ വന്ന് വെറുതെയാണ്. നേരത്തെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചത്. അപ്പം അതിൻ്റെ ഞങ്ങൾ നേരത്തെ ഞണ്ടിൻ്റെ റോസ്റ്റിൻ്റെ വീഡിയോ ഓൾറെഡി എടുത്തിരുന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ലായിരുന്നു. അപ്പം അത് ഷോർട്സ് ആക്കി എടുത്ത് അങ്ങനെ ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ആ സമയത്ത് തന്നെ ഒന്ന് കഴിച്ച് അതിന് ശേഷം പിന്നെയും മെഡിസിൻ കഴിക്കാന്നതിൻ്റെ പേരിൽ പിന്നെ ഒന്ന് ഇരിപ്പുണ്ട്. ഡയറ്റാ മരുന്ന് കഴിക്കാൻ സമയമായി. അങ്ങനെ ഞങ്ങള് വെച്ചെടുത്ത് പോകുന്നു. പക്ഷെ ഇവിടെ എല്ലാവർക്കും വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. വേറെ ഒന്നും കൊണ്ടല്ല, ഞണ്ട് കറി ഉള്ളതുകൊണ്ട് കഴിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. തല പോലും പൊക്കുന്നു, തല പൊക്കാതെ കഴിച്ചോണ്ടിരിക്കാം. എന്താ അതെ, ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് തല പൊക്കിയിട്ടില്ല. രണ്ടുപേരും കൂടെ ഞണ്ടിനെ കൊല വിളിച്ചു. ഞണ്ടല്ല സ്വർഗത്തില പൂച്ച പോലെ നിന്നില്ല എന്റെ ബാക്കി. അതാണ് കാണിച്ചിരിക്കുക. അങ്ങോട്ട് നോക്കൊന്ന്, അങ്ങോട്ടൊന്നും ഞണ്ട് കറി ഫിനിഷ്. അതന്നെ. ഇനി അച്ഛനുള്ള ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങള് 4 പേരും കഴിച്ചു. ഇനി അച്ചു വന്നല്ല. അച്ഛന് ഇനിയിപ്പോ വിളിക്കാൻ പോയിക്കാം. അച്ഛൻ വെള്ളം മാറ്റി വെച്ച, അതുകൊണ്ട് അച്ഛന് തിന്നാൻ കിട്ടും, അല്ലെങ്കിൽ അതും കിട്ടത്തില്ലായിരുന്നു. ഇക്കാക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു. ഈ സാധനം ഇവിടെ ഇരുന്നിട്ട് എത്ര വെപ്രാളം പിടിച്ചെന്ന് തോന്നുന്നു.
ആ പണ്ട് ഞങ്ങള് ഞണ്ടിന്റെ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷേ അതെ ഞാൻ അത് ഉണ്ടാക്കിയിട്ട് പറഞ്ഞിരുന്നുണ്ട് കണ്ടന്റ്. ഞങ്ങള് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ഞണ്ട് കറി വെച്ച വീഡിയോ ഒന്നും ചെയ്യാം. അന്ന് ഷോർട്സ് എടുത്തില്ലല്ലോ, അപ്പൊ അതിന് പകരം ഇന്ന് ഷോർട്സ്. അന്ന് വെച്ചപ്പോ ഫസ്റ്റ് ടൈം വെക്കൂല, അപ്പൊ കുളവായില്ല. അന്നത്തെ ആ ഒരു ടേസ്റ്റ് മണം അങ്ങനെയൊന്നും വന്നില്ല. പക്ഷെ ഒരു കുഞ്ഞുണ്ട് ഇന്ന്. പക്ഷെ ഇന്നത്തെ എല്ലാം വലിയ 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 ഉണ്ട്. അതൊന്ന് വെച്ച് ആ ഒരു നല്ലൊരു ടേസ്റ്റും കാര്യമൊക്കെ ഉണ്ടായത്. അപ്പൊ അങ്ങനെ എല്ലാരും അടിപൊളിയായിരുന്നു. കാണാത്തവരാണെങ്കിൽ പോയി കണ്ടോളും. കണ്ട് നിങ്ങളും ഞണ്ടറിയൊക്കെ വെച്ച് കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ ആലപ്പുഴയുള്ള ആരെങ്കിലും ആണെങ്കിൽ ഈ പറഞ്ഞ 2 സ്ഥലത്ത് പോയിട്ടുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യാം. പക്ഷെ നമ്മൾ രണ്ടാമത് പോയത് ആദ്യത്തെ സ്ഥലത്ത് അങ്ങനെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഈ കുഞ്ഞ് ചെറിയ വെട്ടം പിന്നെ വെട്ടക്കുറവ് അങ്ങനെയുള്ള. പക്ഷെ രണ്ടാമത്തെ സ്ഥലത്ത് പൊളിയുണ്ട്. അവിടെ ഫുൾ ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് ഫുൾ സെറ്റ് വെച്ചിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. നമുക്ക് അവിടെ ഇഷ്ടം പോലെ ഈ ബോയ്സ് ഒക്കെ നമ്മുടെ വന്ന് ഇരിപ്പുണ്ട്. അവര് ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് ഇരിക്കാൻ പറ്റിയ സ്പോട്ടാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ആലപ്പുഴയുള്ളവർ ഉറപ്പായിട്ടും പോയി നോക്കുക. രാവിലത്തെ വ്യൂ ആ ഒരു പോർഷനുള്ള പൊളിയല്ല. അത് ഞങ്ങൾ നേരത്തെ വീഡിയോ ഇല്ല, അപ്പൊ അത് നോക്കി വെച്ചാൽ മതി. ഈ പ്രാവശ്യം തിരിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം മോർണിംഗ് വ്യൂ അടിപൊളിയായിരുന്നത്. ഇപ്പൊ നൈറ്റ് വ്യൂ അത്ര പോരാ. കഴിഞ്ഞ പ്രാവശ്യം മോർണിംഗ് വ്യൂ മോശമായിരുന്നത്, നൈറ്റ് വ്യൂ അടിപൊളി സൂപ്പർ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ, ഇത് വളരെ കുഞ്ഞു വീഡിയോ ആയിരിക്കും. അങ്ങനെ ഈ വെപ്രാളം പിടിച്ച് ഞങ്ങള് സമയം നോക്കി ഇതാക്കി പോകാന്ന് വിചാരിച്ചു. പക്ഷെ ഈ ഞണ്ടിന്റെ പരിപാടിക്ക് നിന്നുകൊണ്ട് ഞങ്ങളുടെ സമയം ഞങ്ങളുടെ മാത്രം മിസ്റ്റേക്കാ. ഇക്ക 7 മണിയിട്ട് പറയുമ്പോ പോവാൻ പോയിട്ട് നേരത്തെ തന്നെ ഫുഡ് കഴിക്കണം, മിക്കൊക്കെ സമയം ഇതാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ ഇന്നത്തെ ഈ ഓടിച്ചിട്ടുള്ള വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. പഠിച്ചോണ്ടിരിക്കുക. ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് വന്നിട്ട് ചൂടെടുക്കുന്ന ഡ്രസ്സൊക്കെ ഊരിയിട്ട് മാറിയിരിക്കും. അതുകൊണ്ടാണ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.